ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരാണ്. നമ്മുടെ അമ്പലത്തിനവിടെ ഇവിടെ ഇപ്പോൾ നല്ല പൂക്കളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ഈ സമയത്ത് വരാറുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് വന്നത്. നല്ല നല്ല പൂക്കൾ വിൽക്കുന്നുണ്ട്. റോസ്, അങ്ങനെ ചെട്ടുമല്ലി, നല്ല ഭംഗിയാട്ടോ ഈ സമയത്ത്. ഇഷ്ടം പോലെ നല്ല മണവും പൂക്കളുടെ ഒരു മഹാലോകം തന്നെ ഒന്ന് തൃശ്ശൂർ ഒരുയിട്ടുണ്ട്. നല്ല കുറേ ദിവസമായി ഞാൻ വന്നപ്പോഴും കണ്ടത്. ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. എല്ലാ വിവരങ്ങളും എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും ഒരു നല്ല മണം, ചെണ്ടുള്ളിയുടെ ഒക്കെ നല്ലൊരു മണം ഇങ്ങനെ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അത്ര നല്ല മണമൊക്കെ മൂക്കി കയറുമ്പോൾ ആ ഭാഗത്തുണ്ട്. കുറേ പ്ലാസ്റ്റിക് പൂക്കളോടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാക്കരപ്പൻ അതിഷ്ടം പോലെ ഉണ്ട്. പൂക്കളാണ് കൂടുതൽ. നല്ല റോസ്, ചെട്ടുമല്ലി, മഞ്ഞുണ്ട്, ഓറഞ്ചുണ്ട്, കുറേ പൂക്കളുണ്ട്. പേരൊന്നും ഓർമ്മയില്ല. അതിപ്പോൾ തേക്കങ്ങാട് മൈതാനത്തിലാണ്. അങ്ങനെ നമ്മ തൃശ്ശൂർ തേക്കങ്ങാട് മൈതാനത്തിലെത്തി. എത്തിയപ്പോഴാണ് നല്ല പുഷ്പങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ട്, നല്ല പൂക്കൾ, നല്ല ഭംഗി, അതുപോലെ നല്ലൊരു മണമുണ്ട്. ആ മണം ആസ്വദിക്കുന്ന പ്രത്യേക ഒരു പോസിറ്റീവ് ഫീൽ കിട്ടും കാലത്ത് തന്നെ. അപ്പം അത് ആസ്വദിച്ചിങ്ങനെ വരുമായിരുന്നു നടക്കണം. ഇത് നമ്മുടെ അമ്പലം ഇവിടെ ഉണ്ട്. അത് കണ്ട് കുറച്ചൊക്കെ നടന്ന് നമുക്ക് ഇനി തൃശ്ശൂർ പൂക്കളം ഇടുന്നുണ്ടാവും ഈ സമയത്ത്. ഇട്ട് കഴിഞ്ഞോന്നറിയില്ല. അപ്പോൾ ഒന്ന് അവിടെ വരെ പോയിട്ട് അത് കാണാം. ഓക്കെ, ബൈ. നമ്മൾ പൂക്കളത്തിനുടക്കി പോകണം. ഞാനുണ്ട്. ഞാൻ നല്ലത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമയത്തെല്ലാവരും നടക്കാൻ തന്നെ സമയമുണ്ട്. അതിന് വഴിയുണ്ടോ? പൂക്കളൊക്കെ മേടിക്കണം. എല്ലാവരും വരാം, മേടിക്കുക. പിന്നെ നല്ല പൂക്കളുണ്ട്. നോക്കി വിലയൊക്കെ നോക്കി നല്ല പൂക്കളൊക്കെ മേടിക്കുക. ഞങ്ങൾ ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാം. വേറെ വഴിക്ക് പോയത്, പക്ഷെ അവിടെ ക്ലോസ് ഇട്ടാണ്. പിന്നെ ഇതിൽ കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മ വടക്ക് വന്ന ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ഇതിന് അവിടെയാണ് പൂക്കളായിട്ടുള്ളത്. നമ്മിനെ പൂക്കളം കാണാൻ പോകും. അവിടേക്ക് വലിയ പൂക്കളല്ല, ഒരു ചെറുത് കേട്ടുണ്ടാകുന്നത്. കുറച്ച് മുമ്പ് വലിയ പൂക്കളുണ്ടായിരുന്നു, പക്ഷേ ഒരു ചെറുതാണ്. അപ്പല്ല നമുക്ക് ഭംഗി ആസ്വദിച്ചാൽ മതിയല്ലോ. വലിപ്പം ചെറുപ്പം പ്രശ്നമില്ലല്ലോ.
അതിന് അവിടെ പൂക്കളോടുണ്ട്. ഇവിടെ ഉണ്ട്, അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ്. കണ്ടു കണ്ടു. നല്ല മനോഹരമായ നല്ല ബ്യൂട്ടിഫുൾ പൂക്കൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം പുള്ളവും പാട്ട് കേട്ടു. അതിൻ്റെ വീഡിയോ ഞാൻ ഇടേ. ഇപ്പം പിന്നെ അങ്ങനെ ചായ കുടിക്കാൻ ഇറങ്ങി. മെയിൻ സ്പോട്ടിൽ നിന്ന് ഓൾറെഡി ചായ കുടി കഴിഞ്ഞു തൃപ്പൂണിന്ന്. പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ചായ കുടിക്കണ്ട തൃശ്ശൂരിൽ നിന്ന്, നല്ല ശരിയല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി വെക്കാം. ഒരു ചായ കുടിക്കട്ടെ.